ഹായ്, ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് എന്ത് ചെയ്യാം? ഒരു മലയാളം PYQ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോ ഇതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശരിയായ പദപ്രയോഗം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇവിടെ സ്വാദിഷ്ടം എന്നുള്ളതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് സ്വാദിഷ്ടം എന്ന് എഴുതിയിട്ടുള്ളത് എന്നറിയോ? ഇതിൽ കറക്റ്റ് ആയിട്ട് എഴുതിയത്, നമുക്ക് എപ്പോഴും തെറ്റിപ്പോവാൻ സാധ്യതയുള്ളത് ഈ ഓപ്ഷൻ ഡി ആണോ എന്നുള്ളത് എന്തുണ്ടാവും, എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും അല്ലെ. പക്ഷെ കറക്റ്റ് ആയിട്ട് സ്വാദിഷ്ടം എഴുതുക എങ്ങനെ അറിയോ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് എഴുതുക. ഓക്കെ, അറിയോ? അപ്പോൾ ഇനി ഒരു രണ്ടെണ്ണം കൂടെ ഞാൻ എക്സാമ്പിൾ പറയാം. ആകർഷത്വം എന്നാണോ ആകർഷകത്വം എന്നാണോ കറക്റ്റ് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും എന്നറിയോ? ആകർഷകത്വം. ഏതാണ്? ആകർഷകത്വം. തെറ്റിപ്പോവാൻ വലിയ ചാൻസ് ഒന്നുമില്ല അല്ലെ. ഗത്വം. ഓക്കെ, അങ്ങനെയാണ് എഴുതുക കേട്ടോ. പിന്നെ മറ്റൊന്നാണ് എന്ത്? ആസ്വാദ്യകരം. ആസ്വാദ്യകരം എന്നാണോ പറയാ, ആസ്വാദ്യം എന്നാണോ പറയാ? അറിയോ? ആസ്വാദ്യകരം എന്നാണോ നമ്മൾ പറയേണ്ടത്, ആസ്വാദ്യം എന്നാണോ പറയേണ്ടത്? കറക്റ്റ് ആയിട്ടുള്ളത് ഏതാന്ന് ചോദിച്ചാൽ ആസ്വാദ്യം എന്നാണ് കറക്റ്റ്. ആസ്വാദ്യകരം എന്തല്ല, കറക്റ്റ് അല്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ എ നോക്കാം നമുക്ക്. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. അത് ശരിയാണോ? ഇവിടെ ശരിയായിട്ടുള്ള ഭാഷാ പ്രയോഗമാണ് തെരഞ്ഞെടുത്ത് എഴുതേണ്ടത്. വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. അതെന്താണ്? തെറ്റാണ് അല്ലെ. അടുത്തത്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകൻ. എന്റെ കൂടെ ജോലി ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്? സഹപ്രവർത്തകനാണ് അല്ലെ. അപ്പൊ എന്താണ്? അത് തെറ്റാണ്. അടുത്തത്, ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. ഓക്കെ, ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. അതെന്താണ്? അതും തെറ്റായിട്ടുള്ളതാണ്. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനക്ക് ഈ തീരുമാനം സ്വീകാര്യമായിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇതാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? അപ്പോ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? വേറെ ഗത്യന്തരമില്ലാഞ്ഞിട്ടല്ലേ അവൻ പഠിക്കാൻ ചേർന്നത് എന്നുള്ളത് നമുക്ക് എങ്ങനെ ശരിയാക്കി എഴുതാം? വേറെ ഗതിയില്ലാഞ്ഞിട്ടല്ലേ അവൻ അവിടെ പഠിക്കാൻ ചേർന്നത്. അത് അവിടെ കറക്റ്റ് ആയിട്ട് വരും. ഇനിയിപ്പോ എന്താ അടുത്തത്, എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി. അവിടെ നമുക്ക് എങ്ങനെ കറക്റ്റ് ആക്കാം? എന്റെ ഒരു സഹപ്രവർത്തകനെ യാത്രാമധ്യേ കണ്ടുമുട്ടി, അങ്ങനെ പറഞ്ഞാൽ മതി. അപ്പൊ ഗർഭിണികൾക്ക് വേണ്ടത്ര തോതിൽ പോഷകാഹാരം ലഭിച്ചിരിക്കണം. അവിടെ എന്താ തെറ്റ്? ഗർഭിണികൾക്ക് വേണ്ടത്ര പോഷകാഹാരം ലഭിച്ചിരിക്കണം എന്ന് മാത്രം മതി. വേണ്ടത്ര തോതിൽ ഒന്നും പറയട്ടെ, വേണ്ടത്ര എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ അത് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സിംഹഭാഗം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് എന്നുള്ളതാണ്. സിംഹഭാഗം, ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളാണ് അല്ലെ. സിംഹഭാഗം എന്നുള്ളതൊക്കെ ഇത് ചെറിയ ഭാഗം എന്നാണോ, വലിയ ഭാഗം എന്നാണോ, സിംഹത്തിന്റെ ഭാഗം എന്നാണോ, സിംഹത്തിന്റെ കരുത്ത് എന്നാണോ? അവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഓപ്ഷൻ ബി. എന്താണ്? സിംഹ ഭാഗം എന്ന് വെച്ചാൽ വലിയ ഭാഗം എന്നുള്ളതാണ് അല്ലെ. അപ്പോൾ നമ്മോട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് കുറച്ച് കാര്യങ്ങളൂടെ പറയാം. സിംഹാവലോകനം എന്താണെന്നറിയോ? സിംഹാവലോകനം എന്ന് വെച്ചാല്, സിംഹാവലോകനം എന്ന് വെച്ചാൽ പൂർവകഥ ആലോചിക്കുക. എന്താണ്? പൂർവകഥ എന്ത് ചെയ്യുക? പൂർവകഥ ആലോചിക്കുക എന്നുള്ളതാണ് എന്തിന്റെ അർത്ഥം വരുന്നത്? സിംഹാവലോകനം. എന്താണ്? സിംഹാവലോകനം. ഓക്കെ, അറിയാത്തത് എന്ത് ചെയ്യുക? എഴുതി വെക്കുക കേട്ടോ, സിംഹാവലോകനം എന്ന് പറയുന്നത്. ഇനി അടുത്തത് വരുന്നത് എന്താണ്? സമസ്യ. സമസ്യ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സമസ്യ എന്ന് വെച്ചാല് കഠിനമായ പ്രശ്നം. എന്താണ്? സമസ്യ എന്ന് വെച്ചാല് കഠിനമായ എന്താണ്? പ്രശ്നം. കഠിനമായ പ്രശ്നം എന്നുള്ളതാണ് സമസ്യ. ഓക്കെ ആണല്ലോ. അടുത്തത് സമവായം. എന്താണ്? സമവായം എന്ന് വെച്ചാല് എന്താണ്? സമവായം എന്ന് വെച്ചാല് എന്താണെന്നറിയോ? വേണ്ട വിധത്തിലുള്ള ചേർച്ച.
എന്താണ് വേണ്ട വിധത്തിലുള്ള ചേർച്ച എന്നുള്ളതാണ് സമവായം. എന്താണ് സമവായം ട്ടോ. ഓക്കെ, എഴുതി വെച്ചേക്ക. സമവായം എന്താണ് വേണ്ട വിധത്തിലുള്ള ചേർച്ച. ഓക്കെ, അപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം ഏത്? ഇവിടെ തന്നിട്ടുള്ളതിൽ അച്ഛൻ എന്ന വാക്കിന് പര്യായമായി വരുന്ന പദം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? ജനകൻ. ഏതാണ്? ജനകനാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് എന്താ ഇതും കൂടെ നോക്കാം. ഇതില് മനുജൻ കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ മനുജൻ എന്നുള്ളത് ഏതിന്റെ പര്യായന്നറിയോ? മനുജൻ. മനുജൻ എന്നുള്ളത് മനുഷ്യൻ. മനുഷ്യൻ എന്നുള്ളതിന്റെ പര്യായമാണ് എന്തെന്ന് പറയുന്നത്? മനുജൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതുപോലെ നരൻ, മർത്യൻ, മാനവൻ, മാനുഷൻ, ഇതൊക്കെ എന്താണ്? മനുഷ്യന്റെ പര്യായ പദമാണ്. മനുജനുണ്ട്, നരനുണ്ട്, മർത്യനുണ്ട്, മാനവനുണ്ട്, മാനുഷനുണ്ട്. ഏതൊക്കെയുണ്ട്? മനുജൻ, നരൻ, മർത്യൻ, മാനവൻ, മാനുഷൻ. ഇതെന്താണ്? മനുഷ്യന്റെ പര്യായ പദമാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇവിടെ എന്ത് നൃപൻ, നൃപൻ. ഓക്കെ, പ്രൊണൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണ് അത്? നൃപൻ അല്ലേ? ഓക്കെ, അപ്പോൾ അത് ഏതിന്റെ പര്യായ പദമാണെന്ന് അറിയോ? ഇത് രാജാവിന്റെ പര്യായ പദമാണ്. ഈ ആരുടെ? രാജാവിന്റെ പര്യായ പദമാണ് ഇത്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ മന്നൻ എന്ന് പറയും, ഭൂപതി എന്ന് പറഞ്ഞാലും, പാർത്ഥിവൻ, അരജൻ, ഇതൊക്കെ എന്തിന്റെയാണ്? രാജാവിന്റെയാണ്. നൃപൻ, മന്നൻ, ഭൂപതി, പാർത്ഥിവൻ, അരജൻ. ഭൂപതി, മന്നൻ, അരജൻ, പാർത്ഥിവൻ, നൃപൻ. ഓക്കെ, കിട്ടിയല്ലോ. മന്നന്, ഭൂപതി, ഭൂപതി, പാർത്ഥിവൻ, അരജൻ, നൃപൻ, ഇതൊക്കെ എന്താണ്? രാജാവിന്റെ പര്യായ പദമാണ്. ഓക്കെ, കിട്ടിയെന്ന് കരുതുന്നു. അപ്പൊ ജനനി എന്തിന്റെ പര്യായ പദമാണ്? ജനനി, അമ്മ അല്ലെ. അമ്മയുടെ പര്യായ പദമാണ് ജനനി എന്ന് പറയുന്നത്. അമ്മയുടെ പര്യായ പദം ഏതാണ്? ജനനി. അതുപോലെ അമ്മക്ക് മറ്റും ചോദിച്ചിട്ടുള്ള കുറച്ച് പര്യായ പദങ്ങളുണ്ട്. അത് എഴുതി വെച്ചേക്കുക. അമ്പ. അമ്പ എന്ന് വെച്ചാലും ആരുടെ പര്യായ പദമാണ്? അമ്മയുടെ അല്ലെ. അമ്മയുടെ പര്യായ പദമാണ് അമ്പ. അതുപോലെ എന്തുണ്ട് പിന്നെ? പ്രസു. പ്രസു എന്ന് വെച്ചാലും അമ്മ എന്നാണ് കേട്ടോ. പ്രസു. പിന്നെ മാതാവ് നമുക്കറിയുന്നതാണ്. അതുപോലെ ജനയിത്രി. ജനയിത്രിയും ആരുടേതാണ്? അമ്മയുടെ പര്യായ പദമാണ്. കിട്ടിയല്ലോ. അപ്പൊ മനുജൻ ആരുടേതാണ്? മനുഷ്യന്റെ. മനുജൻ. അപ്പോ മനുജൻ എന്നുള്ളത് മനുഷ്യന്റേതാണെന്ന് പറഞ്ഞു. ബാക്കി ഏതൊക്കെയുണ്ട്? നരനുണ്ട്, മർത്യനുണ്ട്, മാനവനുണ്ട്, മനുഷ്യനുണ്ട്. ഇനി രാജാവിൻ്റെതാണ് നൃപൻ, അതുപോലെ മന്നൻ, ഭൂപതി, പാർത്ഥിവൻ, അരജൻ, ഇതൊക്കെ. അമ്മയുടേതാണ് ജനനി, അംബ, പ്രസു, മാതാവ്, അതുപോലെ പിന്നെന്തുണ്ട്? ജനയിത്രി അല്ലെ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇത് റിലേറ്റ് ചെയ്തിട്ട് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അച്ഛൻ്റെത് ഏതായിരുന്നു? ജനകനാണ് എന്നുള്ളതും കൂടെ പഠിച്ചു വെച്ചേക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്മരിക്കുക എന്ന പദത്തിന്റെ വിപരീത പദം കണ്ടെത്തുക. വിസ്മരിക്കുകയാണോ, അനുസ്മരിക്കുകയാണോ, ഓർമ്മിക്കുകയാണോ, എന്താണ്? നിരാകരിക്കുകയാണോ? എന്താണ്? വിസ്മരിക്കുക എന്നുള്ളതാണ് സ്മരിക്കുക എന്ന പദത്തിന്റെ എന്തെന്ന് പറയുന്നത്? വിപരീതം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓർമ്മിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മിക്കുക, ഈ ഓർമ്മിക്കുകയുടെ എന്താണ് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ വിപരീത പദമാണ് എന്തെന്ന് പറയുക? ഓർമ്മിക്കുക. അല്ലെങ്കിൽ ഓർമ്മിക്കുകയുടെ എന്താണ് ഓപ്പോസിറ്റ്? മറക്കുക. എന്താണ്? മറക്കുക. പിന്നെന്താണ്? അതുപോലെ എന്താ നമ്മള് ഈ നിരാകരണം അല്ലെങ്കിൽ തിരസ്കരണം എന്നൊക്കെ പറയില്ലേ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്വീകരണം. നിരാകരിക്കുക എന്നുള്ളതിന്റെ അല്ലെങ്കിൽ എന്ത് പറയും? തിരസ്കരണം. നിരാകരണം അതുപോലെ തിരസ്കരണം, അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്വീകരണം. സ്വീകരണം. ഇനി സ്വാദിഷ്ടം നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. സ്വാദിഷ്ടം. ഈ സ്വാദിഷ്ടത്തിന്റെ എന്താണെന്ന് ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? സ്വാദിഷ്ടത്തിന്റെ ഓപ്പോസിറ്റ് ആണ് അരോചകം. അരോചകം. അപ്പൊ അരോചകത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അരോചകം. അതായത് അതിന്റെ ഓപ്പോസിറ്റ് ആണ് സ്വാദിഷ്ടം. എന്താണ്? സ്വാദിഷ്ടം. എങ്ങനെ സ്വാദിഷ്ടം എന്ന് എഴുതാ? ഈ ടായാണ് അല്ലെ, സ്വാദിഷ്ടം. ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താണ്? വെഞ്ചാമരം എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ എഴുതാം?
വെൺ പ്ലസ് ചാമരമാണ് എന്തെന്ന് പറയുന്നത്? വെഞ്ചാമരം. വെൺ പ്ലസ് ചാമരമാണ് വെഞ്ചാമരം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വെങ്കലം എങ്ങനെ പിരിച്ചെഴുതാൻ നോക്കാം നമുക്ക്. വെങ്കലം, വെങ്കലം എങ്ങനെ പിരിച്ചെഴുതാ? വെൺ പ്ലസ് കലമാണ് എന്തെന്ന് പറയുന്നത്? വെങ്കലം എന്ന് പറയുന്നത്. ഓക്കെ, തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ്. വെൺ പ്ലസ് കലമാണ് വെങ്കലം. ഇനി വെണ്ണിലാവ്, വെണ്ണിലാവ് അറിയാലോ, അതിങ്ങനെ എഴുതാം. വെൺ പ്ലസ് നിലാവ്. വെണ്ണ് പ്ലസ് നിലാവാണ് വെണ്ണിലാവ്. ഓക്കെ, പിന്നെന്താണ് ഇതുപോലെ വരുന്നതാണ് വെൺ കൊണ്ട് ഈ വെഞ്ചെത്തി. എന്താണ് വെഞ്ചെത്തി? വെഞ്ചെത്തി കേട്ടിട്ടുണ്ടോ? ഈ വെഞ്ചെത്തി എങ്ങനെ പിരിച്ചെഴുതാന്ന് ചോദിച്ചാലും ഇതുപോലെ തന്നെയാണ്. എങ്ങനെ? വെൺ പ്ലസ് ചെത്തി. വെൺ അധികം എന്താണ് ചെത്തി എന്നുള്ളതാണ് എന്ത്? വെഞ്ചെത്തി എന്ന് പറയുന്നത് ട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം. ഇതൊക്കെ എന്താണ്? റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് മലയാളത്തിൽ അധികം വരാറുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യുക, മാക്സിമം മലയാളത്തിൽ PYQ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. വിദ്വാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗ രൂപം എന്താണ്? വിദുഷി. വിദ്വാന് വിദുഷി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, കേമൻ ഉണ്ടല്ലോ ഇവിടെ, കേമന്, കേമന്റെ സ്ത്രീലിംഗ രൂപം എന്താണെന്ന് അറിയോ? കേമൻ, കേമന്റേത് കേമിയാണ്. എന്താണ്? കേമി. ഇനി അതുപോലെ എന്താ ശാന്തൻ, ശാന്തൻ എന്നുള്ളതിന്റെ ഇതെന്താണ്? സ്ത്രീലിംഗ രൂപം ശാന്ത. എന്താണ്? ശാന്തൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗ രൂപം ശാന്ത എന്നാണ്. ശാന്തിയല്ല, ശാന്തയാണ് കേട്ടോ. ഓക്കെ, ഇനി എന്താണ്? വാഹി എന്നുള്ളതിന്റെ ഇതെന്താണെന്നറിയോ? വാഹി, വാഹിയുടെ സ്ത്രീലിംഗ രൂപമാണ് വാഹിനി. വാഹിനി എന്താണ്? സ്ത്രീലിംഗ രൂപം, അതിന്റെ പുല്ലിംഗ രൂപമാണ് എന്താണ്? വാഹി ട്ടോ. ഓക്കെ, മാറിപ്പോവരുത് ട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവയിൽ ബഹുവചനം അല്ലാത്തത് ഏത് എന്നുള്ളതാണ്. ഭാഗവതര് കൊടുത്തിട്ടുണ്ട്, മർത്യര് കൊടുത്തിട്ടുണ്ട്, സമർത്ഥര് കൊടുത്തിട്ടുണ്ട്, ആസ്വാദകര് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടാവും. എന്താണ്? ഭാഗവതരാണ് അല്ലെ? ഭാഗവതര്. ഈ ഭാഗവതര് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഏകവചനമാണ്. എന്നാൽ ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അർ എന്ന ബഹുവചന പ്രത്യയമാണ് അവിടെ ചേർത്തിട്ടുള്ളത് അല്ലെ? ബഹുമാനം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ട്? അർ എന്ന ബഹുവചന പ്രത്യയം ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. എന്തിന് ഉദാഹരണമാണ്? പൂജക ബഹുവചനത്തിന് ഉദാഹരണമാണ്. പൂജക ബഹുവചനത്തിന്, അതും ചോദിക്കാം. പൂജക ബഹുവചനത്തിന് ഉദാഹരണം, സോറി, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏതാന്നുള്ളതും എന്ത് ചെയ്യാം, നമ്മോട് ചോദിക്കാം. ഓക്കെ, അപ്പൊ അതും ശ്രദ്ധിച്ചു വെച്ചേക്കുക. പിന്നെന്താണ്? എന്താ ഇനി മർത്യരുണ്ട്. മർത്യര് കേട്ടിട്ടുണ്ടോ? ഇതെന്താണ്? ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? മർത്യര്, നമ്മള് എന്താ പറയാ, അത് എന്ന് പറയുന്നത് ഇത് എന്തിന് എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചാല് അലിംഗ ബഹുവചനം. അതായത് ഈ അലിംഗ ബഹുവചനം എന്ന് പറയുമ്പോൾ അതില് സ്ത്രീലിംഗവും പെടും പുല്ലിംഗവും പെടും. ഓക്കെ, രണ്ടും കൂടെ കൂടിയിട്ടാണ് മർത്യര് വരുന്നത്. ഇനി സമർത്ഥർ എന്നുള്ളതാണെങ്കിൽ എന്താണ്? ഇതും എന്ത് തന്നെയാണ്? ഇതും അലിംഗ ബഹുവചനം. അതിൽ സ്ത്രീലിംഗം വരും, പുല്ലിംഗം വരും. ആസ്വാദകരോ, അപ്പൊ അതും നമുക്ക് എന്ത് പറയാം? ഇത് തന്നെയാണ് അല്ലെ? എന്ത്? അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളതിൽ എന്താണ്? എന്താ ഭാഗവതര്, ഭാഗവതര് എന്നുള്ളത് എന്താണ്? ഏകവചനമാണ്. എന്നാൽ ബഹുവചനം സൂചിപ്പിക്കാൻ വേണ്ടി അർ എന്ന ബഹുവചന പ്രത്യയം ചേർത്തിരിക്കുന്നു. അതുകൊണ്ട് ഇത് എന്താണ്? പൂജക ബഹുവചനമാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? അലിംഗ ബഹുവചനമാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നതിന്റെ ഉചിതമായ മലയാള ശൈലി കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് എന്താണ് അതിന്റെ മലയാള ശൈലി എന്ന് ചോദിച്ചാൽ എന്ത് പറയാം നമുക്ക്? നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നുള്ളതാണ് ട്ടോ. എന്താണ്? നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നതാണ് ഈ ഒരു ശൈലിയുടെ മലയാളം എന്ന് പറയുന്നത്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ്. നിത്യാഭ്യാസി ആനയെ എടുക്കും. ഓക്കെ,
അപ്പൊ നമുക്ക് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്, വിതച്ചതേ കൊയ്യൂ എന്നുള്ളത് തന്നിട്ടുണ്ട്. അതിന്റെ ഇംഗ്ലീഷിൽ എന്താ പറയാ ശൈലിക്ക്, ആസ് യു സോ യു റീപ്പ് എന്നുള്ളതാണ് കേട്ടോ. ആസ് യു സോ യു റീപ്പ് എന്നുള്ളതാണ് എന്ത്, വിതച്ചതേ കൊയ്യൂ. അതുപോലെ എന്താ ഇതുണ്ടല്ലോ, പിന്നെ എന്താ, ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം. അതിന്റെ ഇംഗ്ലീഷ് ശൈലി എന്ന് പറയുന്നത് എ ബൂർ ഈസ് നോൺ ബൈ ഹിസ് ടോക്ക്. എന്താണ്, എഴുതി തരാട്ടോ. എ ബൂർ എന്താണ്, എ ബൂർ ഈസ് നോൺ ബൈ ഹിസ് ടോക്ക്. ഈസ് നോൺ ബൈ ഹിസ് ടോക്ക്, അതാണ് അതിന്റെ ഇംഗ്ലീഷ് വരുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇതൊന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കുക. പിന്നെ അടുത്തത് എന്താ, മറ്റൊന്ന് എക്സ്ട്രാ പറഞ്ഞുതരാം. അതായത് വായ ചക്കര കൈ കൊക്കര, ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ, എ ലോങ് ടങ് ഹാസ് എ ഷോർട്ട് ഹാൻഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാള ശൈലി എന്ന് പറയുന്നത് എന്താണ്, വായ ചക്കര കൈ കൊക്കര. ഓക്കെ, അതൊന്ന് അറിയുന്നില്ലെങ്കിൽ ഒന്ന് എഴുതി വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം. ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്, ക്ഷുഭിതനാണ് അല്ലെ. ക്ഷുഭിതൻ, ക്ഷോഭിച്ചവൻ എന്നർത്ഥം വരുന്നത് ക്ഷുഭിതനാണ്. അപ്പോ ക്ഷിപ്രകോപി എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്, പെട്ടെന്ന് കോപിക്കുന്നവനെയാണ് ക്ഷിപ്രകോപി, ക്ഷിപ്രകോപി എന്ന് പറയുന്നത്. അതായത് പെട്ടെന്ന് എന്ത് ചെയ്യാം, കോപിക്കുക, അവനാണ് എന്തെന്ന് പറയുന്നത്, ക്ഷിപ്രകോപി എന്ന് പറയുന്നത്. ഇനി കലഹി എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ, കലഹി കലഹമുണ്ടാക്കുന്നവൻ, കലഹമുണ്ടാക്കുന്നവൻ കലഹി. ഇനി ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കപ്പെട്ടത്. എന്ത്, ക്ഷിപ്തം കേട്ടോ. ക്ഷിപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്, അതിനർത്ഥം ഉപേക്ഷിക്കപ്പെട്ടവൻ. എന്താണ്, ഉപേക്ഷിക്കപ്പെട്ടവൻ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയും കാര്യം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്, ഇന്ന് നോക്കാനായിട്ട് വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ നിങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എഴുതിയെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു.